ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പെട്ടെന്ന് സാരി പ്രീ പ്ലീറ്റിങ് ചെയ്ത് വെക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്താ നീറ്റ്ലി നമുക്ക് നല്ല നീറ്റായിട്ട് എങ്ങനെ നമ്മൾ ബോക്സ് ഫോൾഡിങ് ചെയ്യുന്ന അതേമാതിരി നമ്മൾ എന്താ പറയുക, നമ്മൾ മാരേജിനൊക്കെ ഇപ്പോൾ ബോക്സ് ഫോൾഡിങ് ആണല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് നീറ്റായിട്ട് എങ്ങനെ ചെയ്ത് വെക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് മോർണിംഗ് ഒക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ആരും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് സ്വയം എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സാരിയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാരി എടുക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നും കൂടി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മുന്താണിയുടെ പോർഷൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എന്താ പറയുക, കുട്ടി ഇപ്പം നമ്മളെപ്പോലത്തെ ഒരു എന്താ പറയുക ആൾക്കാരുണ്ടാവില്ലേ, അപ്പം അങ്ങനത്തെ ആകുമ്പോൾ നമ്മൾ കുട്ടി പ്ലീറ്റ്സ് എടുക്കുമ്പോഴാണ് കൂടുതൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നല്ല ഭംഗിയായിട്ട് വരിക. അപ്പം ഞാൻ നോർമലി കുട്ടിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത്രയും അളവിൽ കണ്ടില്ല, ഇത്രയും എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇത്രയും കുട്ടിയായിട്ട് നമുക്ക് ആദ്യം പ്ലീറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ഇങ്ങനെ ആയിട്ട് വരും. അതിനുശേഷം ഞാനൊരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ പിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെയല്ലേ വരിക സാരി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുന്നിലത്തെ ഒന്ന് മുന്നോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പിൻ ചെയ്യുമ്പം ജസ്റ്റ് ഇപ്പോൾ ചില സാരി നമ്മൾ ഇങ്ങനെ പിൻ ചെയ്യില്ല, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഹാർഡായിട്ട് തോന്നും. അതിന് പകരം നമ്മൾ സാരിയിലൊക്കെ പിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ പിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊന്നുകിൽ ഇങ്ങനെ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഞാൻ നോർമലി ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ, അതുപോലെ നമ്മൾ ഈ ഒരു മുന്താണിയുടെ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇടയിലുള്ള പോർഷൻ എന്തെങ്കിലും ലൂസോ നമ്മൾക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലെങ്ത്ത് എനിക്ക് ആവശ്യമില്ല, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കയറ്റിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്താണിയുടെ പോർഷൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഓരോ ലൈൻസ് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ അയൺ ചെയ്യാത്തതല്ലേ, അപ്പോൾ
ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കുറച്ച് ഫ്രണ്ടിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഈ ഒരു ഭാഗത്തൂടി ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ്, ഈ ഒരു മുന്താണിയുടെ പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ എത്രയാണോ നമുക്ക് വീതി വേണ്ടതെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ ജസ്റ്റ് പ്ലീറ്റ്സ് കൊടുക്കുക. ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എത്രയാണോ വേണ്ടത് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ. ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുക്കാം. ജസ്റ്റ് നല്ല രീതിക്ക് ഇതുപോലെ പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പോവും. ജസ്റ്റ് ഇങ്ങനെ ബാഗിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു പിടിക്കുക ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് കയറ്റി എടുക്കുന്ന ആൾക്കാരുണ്ട്, ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തൊരു പിൻ ചെയ്ത് കൊടുക്കണം. ആദ്യം ഈ ഒരു പോർഷനിലാണ് കേട്ടോ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു പ്ലീറ്റ് വരും, പിന്നെ ഈ ഒരു പ്ലീറ്റ് വരുന്നുണ്ട്, പിന്നെ ഈ അടിയിലത്തെ ഈ ഒരു പ്ലീറ്റ് താഴ്ന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പ്ലീറ്റ്സ് വരെ നമുക്കിവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുക്കും. ഇത് കറക്റ്റ് ചെയ്യാൻ നോക്കും. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ ഇവിടെയാണ് കേട്ടോ പിൻ ചെയ്യുന്നത്. ഇത് വരുന്നുണ്ട്, ഈ ഒരു പ്ലീറ്റ് വരുന്നുണ്ട്, ഈ ഒരു പ്ലീറ്റ്, നമുക്കിത് ഇങ്ങോട്ടേക്കാക്കിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. മേലത്തെ എല്ലാ പ്ലീറ്റ്സ് അടക്കം നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിലും കൂടി പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇത്രയും പിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകില്ലേ.
ഇത്രയും പോർഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൽ കുത്തുന്ന പ്ലീറ്റ്സാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു അളവ് എടുക്കുന്നുണ്ട്. കറക്റ്റ് ഞാൻ ഇവിടെയാണ് കുത്തുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല, അത് അവിടെ വിട്ടു കേട്ടോ. ഇവിടെ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളെ ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ടക്കിങ് ചെയ്യും, ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള അളവാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ നിന്നുള്ള അളവ് ഈ ഒരു പോർഷൻ്റെ ഒരു അളവ് എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാനൊരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പോർഷനാണ് കേട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ പ്ലീറ്റ്സ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ പിൻ ചെയ്ത് വെച്ച ഭാഗം, ഈ ഒരു പിൻ ചെയ്ത് വെച്ച ഭാഗമില്ലേ, അത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ ആദ്യത്തെ പ്ലീറ്റ്സ് ഞാൻ കുറച്ചൊരു വലുതായിട്ട് എടുത്തിട്ട് പിന്നെയുള്ള പ്ലീറ്റ്സ് കുട്ടി കുട്ടിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു നമുക്ക് ആരെങ്കിലും എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു തരാനുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് ഹെൽപ്ഫുള്ളായിട്ട്, തൽക്കാലത്തേക്ക് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പിടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പോർഷൻസൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്ലീറ്റ്സ് ശരിക്കും ഇങ്ങനെയാണ് വരിക, നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരിക. അപ്പം നമുക്കിവിടെ ഇപ്പം ഒരുമിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് സെറ്റ് ചെയ്ത് പിൻ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ വിട്ട് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ പിൻ ചെയ്യാം കേട്ടോ. എനിക്കിപ്പം കുറച്ച് ഞാൻ ഇതുപോലെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് കേട്ടോ പിൻ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു പിൻ ഇവിടെ നയിക്കുന്നുണ്ട്. മേലത്തെ ഭാഗം ഈ ഒരു നമ്മുടെ വയറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കുട്ടി കുട്ടിയായിട്ട് മാത്രമേ ഇവിടെ ഇങ്ങനെ വിട്ടു കൊടുക്കണ്ടു കേട്ടോ. എന്നാൽ ഇവിടെ ഇങ്ങനെ താഴെ പകുതി ചെയ്യും, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ താഴത്തെ പോർഷനാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമ്മളൊരു ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ. ഞാൻ ഇങ്ങോട്ടേക്ക് കൂടുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്.
അപ്പോൾ എനിക്ക് നിന്നിട്ട് കുറേ സമയം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബെഡിൽ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാനിനി ഇത് ബെഡിൽ വെച്ചിട്ട് ഈ ഒരു പ്ലീറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബെഡിൽ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. കാരണം എനിക്ക് കുറേ സമയം നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ബെഡിൽ വെച്ചിട്ട് നിന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ബെഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പം ഇതിങ്ങനെ എന്താ പറയുക, ഞാൻ താഴെ ഭാഗത്ത് ഒരു പിന്ന് ചെയ്തിട്ടുണ്ട്, പിന്നെ സെൻറ്ററിൽ 2 എണ്ണമായിട്ട് ചെയ്തു, പിന്നെ ലാസ്റ്റ് ഭാഗത്ത് ഒരു പിന്ന് കേട്ടോ. ഇത് നല്ല രീതിക്ക് നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ, എന്താ പറയുക, ഭയങ്കരമായിട്ട് വലിക്കല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സാരി നല്ല രീതിക്ക് തന്നെ വലിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ സാരിയുടെ ഈ ഒരു പോർഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഇത് നമുക്ക് ബോക്സ് ഫോൾഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അയൺ ചെയ്യാതെ തന്നെ കറക്റ്റ് നീറ്റായിട്ട് എങ്ങനെ ബോക്സ് ഫോൾഡിങ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫോൾഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് അടിയിലോട്ടായിട്ട് വരുന്നതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക കേട്ടോ. ടേബിളിൽ ഇങ്ങനെ വെക്കുക. അപ്പം നമുക്ക് മേലത്തെ പോർഷൻ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച പ്ലീറ്റ്സ് ആയിരിക്കും. ആ പ്ലീറ്റ്സ് ഫുള്ളായിട്ട് നമ്മൾ ബാക്കോട്ടേക്ക് ഇടുക. അപ്പം നമുക്ക് ഈ ഒരു ബാലൻസ് പോർഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മടക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിന് നമ്മൾ മടക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഫുള്ള് താഴെ നിന്നുള്ള ഭാഗം ഫുള്ള് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലൻസ് പോർഷനും കൂടി വെക്കുന്നുണ്ട്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പോർഷനില്ലേ, നമ്മുടെ മുന്താണിയുടെ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ഭാഗം നമ്മൾ പുറത്തോട്ടേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ബാലൻസ് ഉള്ള പ്ലീറ്റ്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിത് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ മുന്താണിയുടെ ഇപ്പം നമ്മുടെ പിൻ ചെയ്ത ഭാഗമില്ലേ, അത് കുറച്ചൊന്ന് താഴ്ത്തി വിട്ടിട്ട് മേലത്തെ ഭാഗത്ത്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് മേലത്തെ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പോർഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ മടക്കിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരണം കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഭാഗം മടക്കി വരുമ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഈ സൈഡിലോട്ടായിട്ട് കൊടുക്കണം കേട്ടോ. ഒരു സൈഡിലോട്ടായിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ഇങ്ങനെ മടക്കി വരുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗമില്ലേ, ഇത് നമ്മൾ മറിച്ചിടാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. മറിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു മുന്താണിയുടെ പ്ലീറ്റ്സ് എടുത്തിട്ട് സൈഡിലോട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ഫൈനലായിട്ട് സാരി പ്രീ പ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടും ഫൈനലായിട്ട്. ഇനി നമ്മൾ സാരി ഉടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് ഇത് നിവർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് പിൻ ചെയ്തിട്ട് പോയാൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒറ്റയ്ക്ക് എടുക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ കിട്ടുന്നത്.